നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും ചില പ്രശ്നങ്ങൾ നിങ്ങളെ വിട്ടുമാറാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ അത് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുമായുള്ള നിരന്തരമായ വഴക്കുകളാകാം, എത്ര അധ്വാനിച്ചിട്ടും തീരാത്ത കടബാധ്യതകളാകാം, അല്ലെങ്കിൽ യാതൊരു കാരണവുമില്ലാതെ നിങ്ങളെ അലട്ടുന്ന ഉത്കണ്ഠകളും ഭയങ്ങളുമാകാം. നമ്മൾ പലപ്പോഴും ഇതിനൊക്കെ കാരണം പുറത്തുള്ള ആളുകളാണെന്നോ അല്ലെങ്കിൽ നമ്മുടെ തലവരെയാണെന്നോ ഗ്രഹനിലയാണെന്നോ ഒക്കെ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മുടെ ബോസിനെ നമ്മൾ കുറ്റപ്പെടുത്തും, പങ്കാളിയെ കുറ്റപ്പെടുത്തും, ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തും, ചിലപ്പോൾ ദൈവത്തെപ്പോലും നമ്മൾ പഴിചാടും. എന്നാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നിങ്ങളുടെ ഉള്ളിലെ ചില ചിന്തകളും ഓർമ്മകളുമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പുറത്തുള്ള ലോകമെന്നത് നിങ്ങളുടെ ഉള്ളിലെ ലോകത്തിന്റെ ഒരു പ്രതിഫലനം മാത്രമാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ചിന്തിച്ചു നോക്കുക. നമ്മളൊരു കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ കണ്ണാടിയിലെ നമ്മുടെ രൂപത്തിൽ മുഖത്തെന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ നമ്മൾ കണ്ണാടിയിലാണോ തുടച്ചു വൃത്തിയാക്കാൻ ശ്രമിക്കുന്നത്, അതോ നമ്മുടെ സ്വന്തം മുഖത്താണോ? തീർച്ചയായും സ്വന്തം മുഖത്താണ് നമ്മൾ വൃത്തിയാക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. പുറത്തു കാണുന്ന പ്രശ്നങ്ങൾ വെറും കണ്ണാടിയിലെ പ്രതിബിംബങ്ങൾ മാത്രമാണ്. അത് മാറ്റണമെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിലാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. ഈയൊരു തിരിച്ചറിവിലേക്ക് നിങ്ങളെ എത്തിക്കാനും നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് ഊർജ്ജങ്ങളെയും പഴയ മുറിവുകളെയും പൂർണ്ണമായും ഇല്ലാതാക്കാനും സഹായിക്കുന്ന അതിശക്തമായൊരു രഹസ്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. കാരണം ഈ അറിവ് നിങ്ങളുടെ മാത്രമല്ല, ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഹവായിയൻ ദ്വീപുകളിൽ ജീവിച്ചിരുന്ന മനുഷ്യർ തങ്ങളുടെ ശാരീരികവും മാനസികവുമായ അസുഖങ്ങൾ മാറ്റാനും കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഉപയോഗിച്ചിരുന്ന ഒരു അതിപുരാതനമായ ഹീലിംഗ് രീതിയുണ്ട്. അതിന്റെ പേരാണ് ഹോ ഒപ്പൊനൊപ്പൊനോ. തെറ്റുകളെ തിരുത്തുക അല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയായ രീതിയിലാക്കുക എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. കേൾക്കുമ്പോൾ വളരെ ലളിതമെന്ന് തോന്നാവുന്ന ഈ പ്രാർത്ഥന ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടാൻ കാരണം ഒരു മനുഷ്യനിലൂടെയാണ്. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ ഇഹ്ലിയാഗല ഹ്യൂലെൻ എന്നാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം കേട്ടാൽ ഒരുപക്ഷെ നിങ്ങളിതൊരു കെട്ടുകഥയാണെന്ന് വിചാരിച്ചേക്കാം. എന്നാൽ ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു യഥാർത്ഥ സംഭവമാണ്. ഹവായിലെ ഒരു സർക്കാർ മാനസികാരോഗ്യ ആശുപത്രിയിൽ കുറ്റവാളികളായ മനോരോഗികളെ പാർപ്പിക്കുന്ന ഒരു പ്രത്യേക വാർഡുണ്ടായിരുന്നു. കൊലപാതകം, ബലാത്സംഗം തുടങ്ങിയ കൊടിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത മാനസിക നില തെറ്റിയ ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടുത്തെ അന്തരീക്ഷം വളരെ ഭയാനകമായിരുന്നു. രോഗികൾ എപ്പോഴും അക്രമാസക്തരായിരുന്നു. അവരെ കൈകാര്യം ചെയ്യാൻ ജീവനക്കാർക്ക് വലിയ ഭയമായിരുന്നു. മിക്കവാറും ദിവസങ്ങളിൽ നഴ്സുമാരും ഡോക്ടർമാരും അവിടെ ജോലിക്ക് വരാൻ മടിച്ചു. പലരും ജോലി രാജിവെച്ചുപോയി. രോഗികളെ എപ്പോഴും ചങ്ങലക്കിടുകയോ മയക്കിക്കിടത്തുകയോ ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. അവിടേക്ക് വരുന്ന ഡോക്ടർമാർ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തിരികെ പോകുമായിരുന്നു. അങ്ങനെയിരിക്കെയാണ് ഡോക്ടർ ഹ്യൂലെൻ ആ വാർഡിന്റെ ചുമതല ഏറ്റെടുക്കാൻ അവിടെ എത്തുന്നത്. എന്നാൽ അദ്ദേഹം അവിടെ വന്നതിനുശേഷം മറ്റു ഡോക്ടർമാരെപ്പോലെ രോഗികളെ നേരിട്ട് കണ്ട് സംസാരിക്കാനോ അവർക്ക് മരുന്നുകൾ കുറിക്കാനോ തയ്യാറായില്ല. പകരം അദ്ദേഹം ചെയ്തത് വളരെ വിചിത്രമായൊരു കാര്യമായിരുന്നു. അദ്ദേഹം തന്റെ ഓഫീസിൽ ഒരു കസേരയിലിരുന്ന് ഓരോ രോഗിയുടെയും ഫയലുകൾ എടുത്ത് വായിക്കാൻ തുടങ്ങി. രോഗികളുടെ ഫയലുകൾ വായിക്കുന്നതിനൊപ്പം അദ്ദേഹം സ്വന്തം ഉള്ളിലേക്ക് നോക്കി ഈഹോ ഒപ്പനൊപ്പനോ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. അത്ഭുതകരമെന്ന് പറയട്ടെ, ആ വാർഡിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. എപ്പോഴും അക്രമാസക്തരായിരുന്ന രോഗികൾ ശാന്തരാകാൻ തുടങ്ങി. അവരെ ചങ്ങലകളിൽ നിന്ന് സ്വതന്ത്രരാക്കി. അവർക്ക് നൽകിയിരുന്ന മരുന്നുകളുടെ അളവ് കുറച്ചുകൊണ്ടുവന്നു. ജീവനക്കാർക്കിടയിലുണ്ടായിരുന്ന ഭയം മാറി അവർ സന്തോഷത്തോടെ ജോലി ചെയ്യാൻ തുടങ്ങി. ആശുപത്രിയുടെ അന്തരീക്ഷം തന്നെ പൂർണ്ണമായും മാറി. കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വാർഡിലെ മിക്ക രോഗികളും പൂർണ്ണമായി സുഖം പ്രാപിച്ച ആശുപത്രി വിട്ടു. അവസാനം രോഗികൾ ആരുമില്ലാത്തതുകൊണ്ട് ആ വാർഡ് തന്നെ പൂട്ടേണ്ടി വന്നു. ഒരിക്കൽ പോലും രോഗികളെ നേരിട്ട് കാണാതെ അവരോട് സംസാരിക്കാതെ ഡോക്ടർ ഹ്യൂലെൻ എങ്ങനെയാണ് ഈ അത്ഭുതം പ്രവർത്തിച്ചത് എന്ന് ലോകം മുഴുവൻ അത്ഭുതപ്പെട്ടു. അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ഇതായിരുന്നു: ഞാൻ അവരെ ചികിത്സിക്കുകയായിരുന്നില്ല, മറിച്ച് എന്റെ ഉള്ളിലെ ഏത് ഭാഗമാണോ ആ രോഗികളെ സൃഷ്ടിച്ചത്, എന്റെ ഉള്ളിലെ ഏത് കുറവാണോ അവരുടെ ആ അവസ്ഥയ്ക്ക് കാരണം, ആ കുറവിനെ ഞാൻ എന്റെ ഉള്ളിൽ നിന്ന് തന്നെ മായ്ച്ചു കളയുകയായിരുന്നു. ഞാൻ എന്നെ തന്നെയാണ് ചികിത്സിച്ചത്. എന്റെ ഉള്ളം ശുദ്ധമായപ്പോൾ പുറത്തുള്ള രോഗികളും സുഖം പ്രാപിച്ചു. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത കാര്യമായി തോന്നാം. ഇതെങ്ങനെ സംഭവിക്കും? മറ്റൊരാളുടെ അസുഖത്തിന് എങ്ങനെയാണ് നമ്മൾ കാരണക്കാരാകുന്നത്? ഇവിടെയാണ് ഹോ ഒപ്പനൊപ്പനോ എന്ന ശാസ്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ തത്വത്തിന്റെ പേരാണ് 100% ഉത്തരവാദിത്തം. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യത്തിനും, നമ്മൾ കാണുന്ന ഓരോ വ്യക്തിക്കും, നമ്മൾ അനുഭവിക്കുന്ന ഓരോ സാഹചര്യത്തിനും നമ്മൾ മാത്രമാണ് 100% ഉത്തരവാദികൾ എന്നതാണ് ഈ തത്വം.
നിങ്ങളുടെ പങ്കാളി നിങ്ങളോട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ ഉള്ളിലെ ഏതോ ഒരു നെഗറ്റീവ് ഓർമ്മയാണ്. നിങ്ങളുടെ ബിസിനസ് തകരുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ ഉള്ളിലെ ഏതോ ഒരു തടസ്സമാണ്. നിങ്ങളൊരു പത്രത്തിൽ ഒരു കൊലപാതക വാർത്ത വായിക്കുന്നുണ്ടെങ്കിൽ ആ വാർത്ത നിങ്ങളുടെ അനുഭവത്തിലേക്ക് വരാൻ കാരണം നിങ്ങളുടെ ഉള്ളിലെ ഏതോ ഒരു അന്ധകാരമാണ്. ഇത് വളരെ കഠിനമായ ഒരു ചിന്തയാണ്. കാരണം മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. അവനാണ് എന്നെ ചതിച്ചത്, അവളാണ് എന്റെ ജീവിതം നശിപ്പിച്ചത്, എന്റെ അച്ഛനും അമ്മയും എനിക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ ചെയ്തു തന്നില്ല എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. എന്നാൽ ഇതെല്ലാം എന്റെ സൃഷ്ടിയാണ്, എന്റെ ഉള്ളിലെ ചിന്തകളുടെയും ഓർമ്മകളുടെയും ഫലമാണ് എന്ന് സമ്മതിച്ചു കൊടുക്കാൻ നമ്മുടെ ഈഗോ ഒരിക്കലും സമ്മതിക്കില്ല. എന്നാലെന്ന് നിങ്ങൾ ഈ 100% ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നുവോ അന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം നിങ്ങളുടെ കൈകളിലാകും. കാരണം പുറത്തുള്ളവരെ മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല, എന്നാൽ നിങ്ങളുടെ ഉള്ളിലെ ചിന്തകളെ മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. ഉള്ളിൽ മാറ്റം വരുത്തുമ്പോൾ പുറത്തുള്ള ലോകം താനേ മാറിക്കൊള്ളും. ഡോക്ടർ ഹ്യൂലൻ ചെയ്തതും അതുതന്നെയാണ്. അദ്ദേഹം ആ രോഗികളുടെ അവസ്ഥയുടെ 100% ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്തു. എന്നിട്ട് സ്വന്തം മനസ്സിനെ ശുദ്ധീകരിച്ചു. എങ്ങനെയാണ് ഈ ശുദ്ധീകരണം നടക്കുന്നത്? അതിനാണ് ഒപ്പനൊപ്പന 4 ലളിതമായ വാക്യങ്ങൾ ഉപയോഗിക്കുന്നത്. ഈ 4 വാക്യങ്ങൾ നമ്മൾ ആരോടും പുറത്തു പറയേണ്ടതില്ല. നമ്മുടെ ഉള്ളിൽ പ്രപഞ്ചത്തോട്, അല്ലെങ്കിൽ ദൈവത്തോട്, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഉപബോധ മനസ്സിനോട് പറയേണ്ട കാര്യങ്ങളാണിവ. ആ 4 വാക്യങ്ങൾ ഇവയാണ്. ഒന്നാമത്തെ വാക്യം, എന്നോട് ക്ഷമിക്കൂ. രണ്ടാമത്തെ വാക്യം, ദയവായി എന്നോട് പൊറുക്കൂ. മൂന്നാമത്തെ വാക്യം, നന്ദി. നാലാമത്തെ വാക്യം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ 4 വാക്യങ്ങളുടെയും അർത്ഥം നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇതിന്റെ യഥാർത്ഥ ശക്തി നമുക്ക് അനുഭവിക്കാൻ കഴിയൂ. ആദ്യം നമ്മൾ പറയുന്നു, എന്നോട് ക്ഷമിക്കൂ. എന്തിനാണ് നമ്മൾ ക്ഷമ ചോദിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഇത്രയും കാലം നമ്മൾ സൃഷ്ടിച്ചെടുത്ത എല്ലാ ദുരിതങ്ങൾക്കും സങ്കടങ്ങൾക്കും കാരണക്കാരായത് നമ്മൾ തന്നെയാണെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ ക്ഷമാപണം വരുന്നത്. നമ്മുടെ ഉപബോധമനസ്സിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന തെറ്റായ വിശ്വാസങ്ങൾ, നെഗറ്റീവ് ചിന്തകൾ, ഭയം, ദേഷ്യം, അസൂയ എന്നിവയെല്ലാം ചേർന്നാണ് നമ്മുടെ ഇന്നത്തെ പ്രശ്നങ്ങളെ സൃഷ്ടിച്ചത്. ഇതിനൊക്കെ ഞാൻ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. എന്റെ ഉള്ളിലെ ഈ നെഗറ്റീവ് ചിന്തകൾ കാരണം എനിക്കും മറ്റുള്ളവർക്കുമുണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പ്രപഞ്ചമേ എന്നോട് ക്ഷമിക്കൂ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പറയുന്നു. ഇത് നമ്മുടെ ഈഗോയെ ഇല്ലാതാക്കുന്നു. രണ്ടാമതായി നമ്മൾ പറയുന്നു, ദയവായി എന്നോട് പൊറുക്കൂ. ഇവിടെ നമ്മൾ പ്രപഞ്ചത്തോട് അല്ലെങ്കിൽ സർവശക്തനായ ദൈവത്തോട് യാചിക്കുകയാണ്. എന്റെ ഉള്ളിലെ ഈ അന്ധകാരത്തെ, ഈ തെറ്റായ ഓർമ്മകളെ പൂർണ്ണമായും മായ്ച്ചു കളയാൻ എന്നെ സഹായിക്കണേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ ചെയ്ത തെറ്റുകളെ ഓർത്ത് ദുഃഖിക്കുന്നതിനൊപ്പം തന്നെ ഇനി അത് ആവർത്തിക്കില്ല എന്ന ഉറപ്പും ഇതിലൂടെ നമ്മൾ നൽകുന്നു. നമ്മുടെ ഉള്ളിലെ എല്ലാ മാലിന്യങ്ങളെയും കഴുകിക്കളയാൻ നമ്മൾ പ്രപഞ്ചത്തോട് അനുവാദം ചോദിക്കുകയാണ്. മൂന്നാമതായി നമ്മൾ പറയുന്നു, നന്ദി. എന്തിനാണ് നന്ദി പറയുന്നത്? പ്രപഞ്ചം നമ്മുടെ ക്ഷമാപണം സ്വീകരിച്ചതിനും നമ്മുടെ ഉള്ളിലെ മാലിന്യങ്ങളെ മായ്ച്ചു കളയുന്നതിനും നമ്മൾ മുൻകൂട്ടി നന്ദി പറയുകയാണ്. നന്ദി പ്രകടിപ്പിക്കുക എന്നത് മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന ഊർജ്ജമുള്ള കാര്യമാണ്. നിങ്ങൾ എപ്പോഴാണോ ആത്മാർത്ഥമായി നന്ദി പറയുന്നത്, അപ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലെ എല്ലാ നെഗറ്റീവ് ഊർജ്ജങ്ങളും പോസിറ്റീവായി മാറുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ലഭിച്ച എല്ലാ നല്ല കാര്യങ്ങൾക്കും ഇപ്പോൾ ലഭിക്കാൻ പോകുന്ന സമാധാനത്തിനും നിങ്ങൾ പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു. നാലാമതായി നമ്മൾ പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്നേഹമെന്നത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഹീലിംഗ് ഊർജ്ജമാണ്. സ്നേഹത്തിന് മാറ്റാൻ കഴിയാത്തതായി ഒന്നുമില്ല. നിങ്ങളുടെ ഉള്ളിലെ ആ ദൈവീകമായ ചൈതന്യത്തോട് അല്ലെങ്കിൽ പ്രപഞ്ചത്തോട് നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കുന്നു. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ആ വ്യക്തിയോട് അല്ലെങ്കിൽ ആ സാഹചര്യത്തോടു പോലും നിങ്ങൾ മനസ്സിൽ പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കാരണം ആ പ്രശ്നവും നിങ്ങളുടെ തന്നെ സൃഷ്ടിയാണ്. സ്വന്തം സൃഷ്ടിയെ സ്നേഹിക്കുമ്പോൾ അത് നിങ്ങളെ ഉപദ്രവിക്കുന്നത് നിർത്തുന്നു. സ്നേഹമെന്ന വാക്ക് നിങ്ങളുടെ ഉപബോധ മനസ്സിലെ എല്ലാ ബ്ലോക്കുകളെയും അലിയിച്ചു കളയുന്നു. വെളിച്ചം വരുമ്പോൾ ഇരുട്ട് താനേ ഇല്ലാതാകുന്നതുപോലെ സ്നേഹം നിറയുമ്പോൾ ഭയവും ഉത്കണ്ഠയും ദേഷ്യവുമെല്ലാം താനേ അപ്രത്യക്ഷമാകുന്നു. ഇനി ഈ പ്രാർത്ഥന എങ്ങനെയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രായോഗികമായി ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം. ഇത് ചെയ്യാൻ പ്രത്യേക ചിട്ടകളോ സമയമോ സ്ഥലമോ ആവശ്യമില്ല. നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴോ ജോലി ചെയ്യുമ്പോഴോ ഉറങ്ങാൻ കിടക്കുമ്പോഴോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിത് മനസ്സിൽ ഉരുവിടാം. എങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഉദാഹരണത്തിന്, നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ വളരെ മോശമാണെന്ന് കരുതുക. നിങ്ങൾക്ക് ഒരുപാട് കടങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നഷ്ടത്തിലാണ്. നമ്മൾ സാധാരണയായി പണത്തെക്കുറിച്ച് എപ്പോഴും നെഗറ്റീവായാണ് സംസാരിക്കാറുള്ളത്. പണം എപ്പോഴും ഒരു പ്രശ്നമാണ്, എനിക്കൊരിക്കലും പണം ലഭിക്കില്ല എന്നൊക്കെ നമ്മൾ എപ്പോഴും ചിന്തിക്കും. ഈ ചിന്തകളാണ് പണത്തെ നമ്മളിൽ നിന്ന് അകറ്റുന്നത്. പണവുമായുള്ള ഈ നെഗറ്റീവ് ബന്ധം മാറ്റാൻ ഒപ്പനൊപ്പന സഹായിക്കും.
നിങ്ങൾ ശാന്തമായി ഒരിടത്തിരുന്ന് പണത്തെക്കുറിച്ച് ചിന്തിക്കുക. പണത്തോട് ഒരു വ്യക്തിയോട് സംസാരിക്കുന്നത് പോലെ മനസ്സിൽ പറയുക, പണമേ, ഇത്രയും കാലം നിന്നെക്കുറിച്ച് തെറ്റായി ചിന്തിച്ചതിനും നിന്നെ അവഗണിച്ചതിനും എന്നോട് ക്ഷമിക്കൂ. ദയവായി എന്നോട് പൊറുക്കൂ. എന്റെ ജീവിതത്തിൽ ഇതുവരെ നീ നൽകിയ എല്ലാ സഹായങ്ങൾക്കും നന്ദി. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇത് ആത്മാർത്ഥമായി ആവർത്തിച്ചു പറയുക. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാം. പുതിയ വരുമാനമാർഗങ്ങൾ തുറന്നുവരുന്നത് കാണാം. കാരണം പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഉള്ളിലെ ബ്ലോക്കുകൾ അവിടെ ഇല്ലാതാകുകയാണ്. ഇനി നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ പങ്കാളിയുമായി എപ്പോഴും വഴക്കാണെന്ന് കരുതുക. അവരെ മാറ്റാൻ ശ്രമിക്കുന്നതിനു പകരം നിങ്ങൾ ഈ പ്രാർത്ഥന ഉപയോഗിക്കുക. നിങ്ങളുടെ പങ്കാളിയുടെ മുഖം മനസ്സിൽ സങ്കൽപ്പിക്കുക. എന്നിട്ട് അവരോട് മനസ്സിൽ പറയുക, നമ്മുടെ ബന്ധത്തിൽ ഈ വിള്ളലുകൾ ഉണ്ടാകാൻ കാരണമായ എന്റെ ഉള്ളിലെ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും എന്നോട് ക്ഷമിക്കൂ. ദയവായി എന്നോട് പൊറുക്കൂ. എന്റെ ജീവിതത്തിലേക്ക് വന്നതിനും എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനും നന്ദി. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇത് കുറച്ച് ദിവസങ്ങൾ തുടർച്ചയായി ചെയ്തു നോക്കൂ. നിങ്ങൾ ആ വ്യക്തിയോട് നേരിട്ടൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ പെരുമാറ്റത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലെ നെഗറ്റീവ് എനർജി നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ മായ്ച്ചു കളയുമ്പോൾ അപ്പുറത്തും അത് പ്രതിഫലിക്കും. ഇതാണ് ഈ പ്രാർത്ഥനയുടെ മാന്ത്രികത. ശാരീരികമായ അസുഖങ്ങൾക്കും ഈ പ്രാർത്ഥന ഉപയോഗിക്കാം. നിങ്ങളുടെ ശരീരത്തിൽ എവിടെയാണോ വേദനയോ അസുഖമോ ഉള്ളത് ആ ഭാഗത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്നിട്ട് ആ അവയവത്തോട് പറയുക, എന്റെ ശരീരമേ, നിന്നെ ഞാൻ ഇത്രയും കാലം ശരിയായി ശ്രദ്ധിക്കാത്തതിനും നിനക്ക് അസുഖം വരാൻ കാരണമായ എന്റെ ഉള്ളിലെ നെഗറ്റീവ് വികാരങ്ങൾക്കും എന്നോട് ക്ഷമിക്കൂ. ദയവായി എന്നോട് പൊറുക്കൂ. ഇത്രയും കാലം എന്റെ ജീവൻ നിലനിർത്തിയതിന്, എനിക്കായി പ്രവർത്തിച്ചതിന് നന്ദി. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിലെ കോശങ്ങൾ ഈ സ്നേഹവും നന്ദിയും കേൾക്കുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യും. നിങ്ങളുടെ അസുഖങ്ങൾ വേഗത്തിൽ ഭേദമാകാൻ ഇത് വലിയ രീതിയിൽ സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഒരു കമന്റ് ഒരുപക്ഷെ മറ്റൊരാൾക്ക് ഈ അറിവ് ലഭിക്കാൻ കാരണമായേക്കാം. പലർക്കും തോന്നാവുന്നൊരു സംശയമുണ്ട്, നമ്മൾ തെറ്റൊന്നും ചെയ്തില്ലെങ്കിലും എന്തിനാണ് നമ്മൾ ക്ഷമ ചോദിക്കുന്നത് എന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ക്ഷമ ചോദിക്കുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റുകൾക്ക് മാത്രമല്ല. നമ്മുടെ ഉപബോധ മനസ്സിൽ തലമുറകളായി കൈമാറി വന്ന പല ഓർമ്മകളും വിശ്വാസങ്ങളുമുണ്ട്. നമ്മുടെ പൂർവികർ ചെയ്ത കാര്യങ്ങളുടെ ഫലങ്ങൾ പോലുമോ നമ്മുടെ DNA-യിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകാം. ഇതെല്ലാം ചേർന്നാണ് നമ്മുടെ ഇന്നത്തെ യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലും നമ്മളിൽ നിന്ന് ഒരു വേദനയുണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വേദന വന്നിട്ടുണ്ടെങ്കിൽ, അതിന്റെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രപഞ്ചത്തോട് മൊത്തമായി ക്ഷമ ചോദിക്കുന്നത്. ഇവിടെ ക്ഷമ ചോദിക്കുന്നത് നമ്മളെ ചെറുതാക്കുന്നില്ല, മറിച്ച് അത് നമ്മുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കി നമ്മളെ പ്രപഞ്ചവുമായി ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒപ്പനൊപ്പനോ എന്നത് ഒരു മതപരമായ പ്രാർത്ഥനയല്ല. ഇതൊരു ആത്മീയമായ ഹീലിംഗ് പ്രക്രിയയാണ്. ഏത് മതത്തിൽ വിശ്വസിക്കുന്നവർക്കും ഒരു മതത്തിലും വിശ്വസിക്കാത്തവർക്കും ഇത് ചെയ്യാവുന്നതാണ്. ഇത് പ്രവർത്തിക്കാൻ നിങ്ങൾ ഇതിൽ വിശ്വസിക്കണം എന്ന് പോലുമില്ല. വെറുതെ ഈ വാക്കുകൾ മനസ്സിൽ ആവർത്തിച്ചാൽ മതി. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ആവശ്യമില്ലാത്ത ഫയലുകൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നത് പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ വാക്കുകൾ ഉരുവിടുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആവശ്യമില്ലാത്ത ഡാറ്റകൾ ഡിലീറ്റ് ചെയ്യപ്പെടുകയാണ്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ഒരു ദിവസത്തിൽ ആയിരക്കണക്കിന് ചിന്തകളാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നുപോകുന്നത്. ഇതിൽ ഭൂരിഭാഗവും നെഗറ്റീവ് ചിന്തകളാണ്. നാളെക്കുറിച്ചുള്ള ഭയം, ഇന്നലെകളെക്കുറിച്ചുള്ള കുറ്റബോധം, മറ്റുള്ളവരോടുള്ള ദേഷ്യം, അങ്ങനെ പലതും. ഈ ചിന്തകളാണ് നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നതും നമ്മളെ രോഗികളാക്കുന്നതും. എന്നാൽ നിങ്ങൾ എപ്പോഴാണോ ഒപ്പനൊപ്പന പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങുന്നത്, നിങ്ങളുടെ മനസ്സ് ഈ നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് മാറി ഈ പോസിറ്റീവ് വാക്കുകളിൽ കേന്ദ്രീകരിക്കുന്നു. ഇത് നിങ്ങളുടെ തലച്ചോറിന്റെ ഘടനയെ തന്നെ മാറ്റാൻ സഹായിക്കുന്നു എന്ന് ആധുനിക ശാസ്ത്രം പോലും ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട്. ക്ഷമ, നന്ദി, സ്നേഹം എന്നീ വികാരങ്ങൾ തലച്ചോറിൽ ഡോപ്പമിൻ, സെറോട്ടോണിൻ തുടങ്ങിയ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുകയും നിങ്ങൾക്ക് വലിയൊരു മാനസിക ശാന്തി നൽകുകയും ചെയ്യുന്നു. ഇത് എത്ര തവണ പറയണമെന്ന് പലരും ചോദിക്കാറുണ്ട്. ഇതിന് കൃത്യമായ കണക്കുകളൊന്നുമില്ല. ചിലർ 108 തവണ ഇത് ഒരു മന്ത്രം പോലെ ജപിക്കാറുണ്ട്. അത് വളരെ നല്ലൊരു രീതിയാണ്. കാരണം 108 തവണ ആവർത്തിക്കുമ്പോൾ അത് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് വളരെ ആഴത്തിൽ പതിയും. എന്നാൽ നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുന്നുവോ അപ്പോഴൊക്കെ ഇത് പറയാവുന്നതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടുമുൻപും ഇത് ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. കാരണം ആ സമയങ്ങളിൽ നമ്മുടെ ഉപബോധ മനസ്സ് വളരെ സജീവമായിരിക്കും. നിങ്ങളുടെ ഉള്ളിലെ കുട്ടിയെ ഹീൽ ചെയ്യാനും ഈ ടെക്നിക്ക് വളരെ നല്ലതാണ്. നമ്മളെല്ലാവരും ഉള്ളിലൊരു കുട്ടിയെ കൊണ്ടു നടക്കുന്നവരാണ്.
നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ അനുഭവിച്ച അവഗണനകൾ, വേദനകൾ എല്ലാം ആ കുട്ടിയുടെ മനസ്സിൽ ഒരു വലിയ ഭാരമായി കിടപ്പുണ്ടാകും. നിങ്ങൾ ശാന്തമായിരുന്ന നിങ്ങളുടെ ഉള്ളിലെ ആ ചെറിയ കുട്ടിയെ മനസ്സിൽ സങ്കൽപ്പിക്കുക. ആ കുട്ടിയോട് പറയുക, നിന്നെ ഞാൻ ഇത്രയും കാലം അവഗണിച്ചതിന് എന്നോട് ക്ഷമിക്കൂ. നിനക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ നിന്റെ കൂടെ ഇല്ലാത്തതിന് ദയവായി എന്നോട് പൊറുക്കൂ. ഇത്രയും കാലം നീ എനിക്കായി കാത്തിരുന്നതിന് നന്ദി. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ഇത് ചെയ്യുമ്പോൾ പലർക്കും അറിയാതെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകാറുണ്ട്. അത് വളരെ സാധാരണമാണ്. ഉള്ളിലെ വർഷങ്ങളായുള്ള ഭാരം ഇറക്കിവെക്കുമ്പോഴുണ്ടാകുന്ന ഒരു ആശ്വാസമാണത്. ഒരിക്കലും ആ കണ്ണുനീരിനെ തടഞ്ഞു നിർത്തരുത്. അത് ഒഴുകിത്തീരട്ടെ. നിങ്ങളുടെ ഉള്ളം ഒരു സ്ഫടികം പോലെ ശുദ്ധമാകുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഇത് കേവലം സ്വന്തം പ്രശ്നങ്ങൾ മാറ്റാൻ മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയും നമുക്ക് ചെയ്യാം. ലോകത്ത് എവിടെയെങ്കിലും ഒരു അപകടം നടക്കുമ്പോഴോ ആർക്കെങ്കിലും ഒരു വിഷമം വരുമ്പോഴോ നിങ്ങൾക്ക് അവർക്കുവേണ്ടി ഈ പ്രാർത്ഥന ചെയ്യാം. കാരണം അവർ അനുഭവിക്കുന്ന വേദനയുടെ ഒരു ചെറിയ അംശം നിങ്ങളിലുമുണ്ട്. കാരണം നമ്മളെല്ലാവരും ഒന്നാണ്, ഒരൊറ്റ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ഹീൽ ചെയ്യുന്നത്. ചിലർ ചോദിക്കാറുണ്ട്, ഇതൊക്കെ ചെയ്താലും ചില പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും വരുന്നുണ്ടല്ലോ എന്ന്. അതിന് കാരണം നമ്മുടെ ഉള്ളിലെ മാലിന്യങ്ങൾ അത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്നതാണ്. വർഷങ്ങളായി നമ്മൾ സ്വരൂപിച്ചുവെച്ച മാലിന്യങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് പൂർണ്ണമായും മാഞ്ഞുപോകില്ല. അതിന് നിരന്തരമായ പരിശീലനം ആവശ്യമാണ്. അതുകൊണ്ട് ഇത് ഒരു ശീലമാക്കി മാറ്റുക. ശ്വസിക്കുന്നതുപോലെ, വെള്ളം കുടിക്കുന്നതുപോലെ ഇതും നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുക. ഓരോ തവണ ദേഷ്യം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ഉടനെ തന്നെ ഈ 4 വാക്യങ്ങൾ മനസ്സിൽ പറഞ്ഞു തുടങ്ങുക. ക്രമേണ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾ കാണും. മുറുകിക്കിടന്നിരുന്ന ബന്ധങ്ങൾ അയയുന്നത് കാണാം. അടഞ്ഞുകിടന്നിരുന്ന വഴികൾ തുറക്കുന്നത് കാണാം. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പലതും തിരികെ വരുന്നത് കാണാം. ഓർക്കുക, നിങ്ങളുടെ പുറത്തുള്ള ലോകത്ത് മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല. നിങ്ങൾ എത്ര ശ്രമിച്ചാലും മറ്റുള്ളവരെ മാറ്റാൻ സാധിക്കില്ല. നിങ്ങൾ മാറ്റേണ്ടത് നിങ്ങളെ മാത്രമാണ്. നിങ്ങളുടെ ഉള്ളിലെ കാഴ്ചപ്പാടുകൾ മാറുമ്പോൾ നിങ്ങൾ ലോകത്തെ കാണുന്ന രീതി മാറും. നിങ്ങളുടെ ഉള്ളിൽ സ്നേഹവും നന്ദിയും നിറയുമ്പോൾ പുറത്തുള്ള ലോകവും നിങ്ങൾക്ക് സ്നേഹവും സമാധാനവും മാത്രം തിരികെ നൽകും. ഒപ്പനൊപ്പനോ എന്നത് വെറുമൊരു പ്രാർത്ഥനയല്ല, അതൊരു ജീവിത രീതിയാണ്. ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും ക്ഷമിക്കാനും നന്ദിയുള്ളവരാകാനും നിരുപാധികമായി സ്നേഹിക്കാനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇനി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തു പ്രശ്നം വന്നാലും ആരെയും കുറ്റപ്പെടുത്തരുത്. പകരം നിങ്ങളുടെ കണ്ണുകൾ അടച്ച് സ്വന്തം ഹൃദയത്തിലേക്ക് നോക്കി ഈ 4 അത്ഭുതവാക്യങ്ങൾ പറയുക. എന്നോട് ക്ഷമിക്കൂ, ദയവായി എന്നോട് പൊറുക്കൂ, നന്ദി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സമാധാനം നിങ്ങളിൽ നിന്ന് തുടങ്ങട്ടെ.